പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടക്കുക, ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് KPCC സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിലും അതീവ ഗൗരവത്തിൽ കൊണ്ടുവരും. പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി ന്യായീകരിച്ച് സംസാരിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ്. കുന്നംകുളത്തെ നരനായാട്ടിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു? കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിക്കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചവർ കാക്കിയിടാൻ യോഗ്യരല്ല. അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന തീരുമാനം സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതായിരിക്കും. അതിന് കോൺഗ്രസിന് അവസരം തരണം. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ 20 ലക്ഷത്തിന്റെ ഓഫർ അവിടെ ഇരിക്കട്ടെ. കോടതി വഴി നഷ്ടപരിഹാരം നൽകാൻ അത് ഉപകരിക്കും. നിയമസഭയിൽ കുന്നംകുളത്തെ പോലീസ് മർദ്ദനം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രതിഷേധ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പൊ ഞാൻ സ്ഥിതിക്ക് സംസാരിക്കായിരുന്നു. നിയമസഭയിലും ഈ വിഷയം ഗൗരവത്തിൽ കൊണ്ടുവരും. 15-ാം തീയതി കേരള നിയമസഭ ചേരുകയാണ്. മുഖ്യമന്ത്രി ഇപ്പം തടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സസ്പെൻഷൻ ശിക്ഷയല്ല. സസ്പെൻഡ് ചെയ്യുന്നപ്പോഴാണ് ഒരു അന്വേഷണത്തിനാണ് സസ്പെൻഷൻ. ഇവിടെ അന്വേഷണം നടന്നു കഴിഞ്ഞു. അന്വേഷണ സമയത്ത് അവരെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സസ്പെൻഷൻ ആണെങ്കിൽ അന്വേഷണം നടന്നു കഴിഞ്ഞു. അന്വേഷണ റിപ്പോർട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആഭ്യന്തര വകുപ്പിന് മനസ്സിലായി ഈ അന്വേഷണത്തിൽ ഇവര് കുറ്റക്കാരാണ്. ശിക്ഷ എന്തെന്ന് അവർക്കറിയാം. സ്ഥലം മാറിയത് കൊണ്ടോ ഇൻക്രിമെന്റ് കട്ട് ചെയ്തുകൊണ്ടോ ശിക്ഷ മതിയാവുന്നില്ല. അപ്പൊ വിളിച്ചു വരുത്തണമോ ആയാലും